താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. 9ാം വളവിൽ വീണ്ടും മണ്ണിടിയുന്നതിനെ തുടർന്നാണ് വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. ലക്കിടിയിലും അടിവാരത്തും വെച്ച് വാഹനങ്ങൾ തടഞ്ഞു നിർത്തും. എം കമൽ ചേരുന്നു വിവരങ്ങളുമായി. കമൽ, ഈ തടയുന്ന വാഹനങ്ങൾ മറ്റേത് വഴി പോകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്? എത്ര സമയത്തേക്ക് ഈ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും? ഭാഗികമായാണോ അതോ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമാണോ ഇപ്പോഴുള്ളത്? മോത്തി, അല്പസമയം മുമ്പ് താമരശ്ശേരി ഡിവൈഎസ്പി ആണ് ഗതാഗതം തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടത്. വീണ്ടും ഇന്നലെ ഇടിച്ചിലുണ്ടായ സ്ഥലത്ത് കല്ലുകളൊക്കെ താഴേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 8:30 ഗതാഗതം പുനഃസ്ഥാപിച്ചതാണ്. അല്പസമയം മുമ്പ് വരെ KSRTC ബസ്സുകളടക്കം സർവീസ് നടത്തി. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഓണം വെക്കേഷനൊക്കെ തുടങ്ങിയതാണ്, ആളുകൾ യാത്ര ചെയ്യുന്ന സമയമാണ്. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര ഇപ്പോൾ ലക്കിടി ഭാഗത്ത് ചുരത്തിന്റെ കവാടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ആളുകൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് അറിഞ്ഞ് വന്നതാണ്. ഇവിടെ നിന്ന് ഇനി തിരിച്ച് മറ്റൊരു വഴിക്ക് പോവുക എന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറ്റ്യാടി വഴി പോകുന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ എങ്ങോട്ടാ യാത്ര പുറപ്പെടുന്നത്? ഞാൻ ഹോസ്പിറ്റലിലേക്ക്, മൈത്രയിലേക്ക്. അത്യാവശ്യ കേസാണോ? പിന്നെ ഫാമിലി വൈഫിന്റെ ഫാദറിന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആണോ? ഇവിടെ എത്തിയപ്പോൾ കുടുങ്ങിയത്? ഇവിടെ എത്തിയപ്പോഴാണ് കുടുങ്ങിയത്. ഹോസ്പിറ്റൽ എമർജൻസി ഒന്ന് പറഞ്ഞുകൂടായിരുന്നു പോലീസിനോട്? പറഞ്ഞിട്ട് ഇവിടെ അതിനേക്കാളും വലുത് അവിടെ ഇരിക്കുന്നത്. അപ്പം പിന്നെ അവർ വിടുന്നില്ലല്ലോ. എങ്ങോട്ടാ? ഞങ്ങളിവിടെ അരീക്കോട് മഞ്ചേരി ഭാഗത്തേക്ക് പോവാണ്. ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. പക്ഷെ അവിടെ 11 മണിയാകുമ്പോൾ നമുക്ക് എത്തേണ്ടതാണ്. രാവിലെ വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ലാണ്. ഫാമിലി ഉണ്ട്. എന്താ ചേട്ടൻ പറയാൻ വന്നത്? ഇവിടെ 2004 ഇവിടെ റോഡ് പണി നടന്നത്. അന്ന് ഇത് മൊത്തം ഈ റോഡ് മൊത്തം വീതി കൂട്ടിയത് പാറ പൊട്ടിച്ചിട്ടാണ് വീതി കൂട്ടിയത്. അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിൽ പിന്നെ ബാലൻസ് വന്നതായിരിക്കും ഇപ്പോൾ പോരുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് ഫയർഫോഴ്സ് ഒക്കെ തീരുമാനിച്ച് തുറന്നതാണ്. ഇപ്പോൾ കുറച്ച് ചെറിയ പാറക്കല്ലുകൾ വീഴും. 20 വർഷമായാലും റോഡ് പണി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ കോഴിക്കോട് ഇരിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക്? മെഡിക്കൽ കോളേജിലല്ല, അവിടെ ഭാര്യൻ്റെ ഒരു ഓപ്പറേഷൻ്റെ അതിനൊരു കടലാസ് കിട്ടാണ്ട് ഇന്നലെ MLA ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ 10 മണിക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞായിരുന്നു. ഒന്നും സാധിച്ചില്ല. മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ള ആളാണ്, നമുക്ക് നേരത്തെ അറിയുന്ന ആളാണ്. അതാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ അത് ആംബുലൻസ് കടന്നു പോകുന്ന ദൃശ്യം കാണാം. ആംബുലൻസ് പോലും പോലീസ് ഫോണിൽ അന്വേഷിച്ചാണ് പുറത്തേക്ക് ചുരത്തിലേക്ക് വിടുന്നത്. മോത്തി, ഞാൻ പറഞ്ഞതുപോലെ വലിയ ഗതാഗത കുരുക്കുണ്ടാകും. കാരണം ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്, മലപ്പുറം, വയനാട് ഭാഗത്തേക്കുള്ള, കോഴിക്കോട് ഭാഗത്തേക്കുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യേണ്ട വഴിയാണ്. പ്രത്യേകിച്ച് ഓണക്കാലമായതുകൊണ്ട് ആളുകൾ ധാരാളമായി ഈ വഴി വരും. ഇന്നലെ രാത്രി ഈ ഗതാഗതം തുറന്നു എന്നറിയുന്നത് കൊണ്ട് തന്നെ ആളുകളൊക്കെ, മാത്രമല്ല ചുരത്തിന് താഴെ നിന്ന് കൽപ്പറ്റയിലെത്തി ജോലി ചെയ്യുന്നവരുണ്ട്, ഇവിടെ നിന്ന് താഴേക്ക് ജോലിക്ക് പോകുന്നവരുണ്ട്. അത്തരം ആളുകളൊക്കെ ബസ്സിൽ അപ്പുറത്തും ഇപ്പുറത്തും കുടുങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഈ ദിവസം ഉണ്ടാകുന്നത്. കമൽ, നമ്മളീ സംസാരിക്കുമ്പോഴും ആ ആംബുലൻസിന് കടന്നു പോകാൻ കഴിയുന്നില്ല. പോലീസ് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലേ? വളരെ ഗുരുതരമായി എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ള മനുഷ്യരെയും കൊണ്ടുള്ള വാഹനമാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നതിലൊരു ചെറിയ ആശങ്കയുണ്ടല്ലേ? ആംബുലൻസ് പോയി. ശരി, മുന്നോട്ട് ഈ കമൽ പറഞ്ഞതുപോലെ തന്നെ അവധി സമയമായതുകൊണ്ട് പലരും ഓണത്തിൻ്റെ അവധിക്കായി നാട്ടിലേക്ക് ബംഗളൂരുവിൽ നിന്നും മറ്റും വരുന്ന വഴിയാണ്. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. സന്ദർശകരായി ഉള്ളവരും അല്ലാതെ നിരന്തരം യാത്രകൾ ആവശ്യമുള്ളവരും ഒക്കെ കടന്നു വരുന്നൊരു വഴി അതിങ്ങനെ തടസ്സപ്പെട്ടാൽ ബുദ്ധിമുട്ടാകും. ഈ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ എന്ത് വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്? ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? തുടർന്നും ഇത്തരത്തിൽ ഉണ്ടാകുമോ? സംസാരിക്കാം, നമുക്ക് അങ്ങോട്ട് പോകാം. അതായത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെ തീരുമാനിച്ചത് വലിയൊരു നെറ്റ് ഇടുക. ഈ ഇടിഞ്ഞ സ്ഥലത്ത് നമ്മൾ പല സ്ഥലത്തും മതിലിനൊക്കെ, ഈ കൽമതിലിന് നെറ്റ് ഇടുന്നത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. സ്ക്വയർ ആയിട്ടുള്ള നെറ്റ് ഇട്ട് അവിടെ നിന്ന് കല്ലുകൾ പതിക്കാതെ ഒരു നെറ്റ് ഇടുന്ന കാര്യം ഇന്നലെ തന്നെ DDMA യോഗത്തിൽ തീരുമാനമായിരുന്നു. അത് ഇനി വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. ഊരാളുങ്കൽ പോലെയുള്ള ഏതെങ്കിലും കമ്പനികളെ ഏൽപ്പിക്കാമെന്നൊക്കെ ഇന്നലെ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായിരിക്കും അടിയന്തരമായി ചെയ്യുക. കാരണം വലിയൊരു ഇടിച്ചിലിനുള്ള സാധ്യത മുകളിലില്ല. ഞാൻ പറഞ്ഞതുപോലെ ഫയർഫോഴ്സും വനം വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഒക്കെ മുകളിൽ ഇന്നലെ പലതവണ കയറിയതാണ്. ഫയർഫോഴ്സ് കയറി വലിയ വലിയ തോതിലില്ല, പക്ഷെ അപ്പോഴും ഈ ചെറിയ തോതിലാണെങ്കിലും അത് വന്നു വീഴുന്നത് പാറകളാണ് എന്നത് അതൊരു വലിയ മുന്നറിയിപ്പോടുകൂടി തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. മുന്നൊരുക്കത്തോടു കൂടി സമീപിക്കേണ്ട ഒരവസ്ഥ തന്നെയല്ലേ? നേരത്തെ കമൽ പറഞ്ഞതുപോലെ ഞാനത് ആദ്യം തന്നെ മനസ്സിൽ കരുതിയിരുന്നു. ഇത്തരത്തിൽ പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട് ഇരുമ്പ് നെറ്റ് ഉപയോഗിച്ച് ആ ഭാഗം കവർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും ദുരന്ത നിവാരണ അതോറിറ്റി
കടക്കുക എന്ന് തോന്നുന്നു അല്ലേ? അടിയന്തരമായി അതായിരിക്കും ചെയ്യുക. ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇന്നലെ വൈകിട്ട് DDMA യോഗം ചേർന്നിരുന്നു. രാത്രി ഗതാഗതം നിയന്ത്രിച്ച് വിടാനായിരുന്നു തീരുമാനം. പക്ഷേ വലിയ അപകടാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ അത്യാവശ്യം കണക്കിലെടുത്ത് വാഹനങ്ങളൊക്കെ രാത്രി കടന്നു പോകാൻ അനുവദിച്ചിരുന്നു. ഒരു വാഹനവും തടഞ്ഞിട്ടില്ല. ബസ്സുകൾ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്നലെ രാത്രി റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്ക് KSRTCയുടെ ദീർഘദൂര ബസ്സുകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. രാവിലെ 12:30ക്കാണ് എനിക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നത്. അപ്പോഴും ചുരം സുഗമമാണ് എന്ന വിവരമാണ് കിട്ടിയത്. രാവിലെ 6:30യോടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും സുഗമമായി ഗതാഗതം നടക്കുന്നു എന്നാണ് രാവിലെ 6:30ക്കും വിവരമുണ്ടായത്. പക്ഷേ അതിനുശേഷം ഈ കല്ലുകൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് താമരശ്ശേരി DYSP അടിയന്തരമായി ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അതാണ് ആളുകൾ ഇങ്ങനെ നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ ഇത് തുറന്നു എന്ന് പറഞ്ഞാണ് ആളുകൾ ഇത്രയും വരാൻ ഉള്ള കാരണമുണ്ടായത്. ബസ്സുകൾ ഉൾപ്പെടെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. സമാനമായ അവസ്ഥയാവും അടിവാരത്തും ഉണ്ടാവുക. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ആളുകൾ ഇന്നലെ സ്കൂളും കോളേജും ഒക്കെ അടച്ച് വയനാട്ടിലേക്ക് തെക്കൻ കേരളത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൂടുതൽ കുട്ടികൾ +2 അടക്കം പാല, തൃശ്ശൂർ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് പോയി പഠിക്കുന്നത്. അത്തരം വിദ്യാർത്ഥികളൊക്കെ വയനാട്ടിലേക്ക് ഇന്ന് യാത്ര ചെയ്യേണ്ടതാണ്. ഇന്നലെ തോടെ കോളേജും സ്കൂളും ഒക്കെ അടച്ച് അത്തരം ആളുകളൊക്കെ കുടുങ്ങിക്കിടക്കുന്നു.